ദയാലുവായ അല്ലാഹുവേ, പടച്ചവനെ നീ ഇഷ്ടപ്പെട്ട ഒരു സഹോദരൻ അല്ലാഹുവേ, ഒരു ആലിമിന്റെ ഒരു വർഷത്തെ ശമ്പളമാണ് റബ്ബേ ഞാൻ കൊടുക്കാം ഉസ്താദ്. അല്ലാഹുവേ, ആ സഹോദരന്റെ ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ, അഭിവൃദ്ധി നൽകണേ അല്ലാ, ജനങ്ങളെ നീ അതിലേക്ക് അടുപ്പിക്കണേ അല്ലാ, ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, അതാ താൻ സമ്പാദിച്ചത് മുഴുവനും വെച്ച് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗവും കൊടുക്കല്ല റബ്ബേ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, രണ്ട് ഉസ്താദന്മാരുടെ ശമ്പളമായി തമ്പുരാന് അല്ലാഹുവേ, പടച്ചവനെ നീ ഇഷ്ടപ്പെട്ട 21 അടിമകൾ അല്ലാഹുവേ, പടച്ചവനെ കരുണക്കടലായ അല്ലാ, ഇതിനകത്തിരിക്കുന്നവർക്ക് ഈമാൻ കൊടുക്കുറപ്പേ, മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ കൊടുക്കുറപ്പേ, 3 കഷ്ടം വെള്ള തുണിയും പൊതിഞ്ഞിട്ട് ഖബറിന്റെ അകത്ത് പോയി കിടക്കേണ്ടവരാണെന്നുള്ള ചിന്ത കൊടുക്കുറപ്പേ. അല്ലാഹുവേ, അല്ലാഹുവേ, സ്വർഗ്ഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാണ് ഇരിക്കുന്നവരിൽ നീ തെരഞ്ഞെടുക്കണേ അല്ലാ. ഇവർക്ക് അതിനുള്ള ആഗ്രഹം കൊടുക്കണേ അല്ലാ. സ്വീകരിക്കുമാറാകട്ടെ. ഖുലൂത്ത് കുബീർ അൽഹംദുലില്ലാഹ് 21 പേര് 2000 രൂപ വെച്ച് തന്നു. ഇനി ആരും തന്നില്ലല്ലോ? ഇനി ആരും ഇല്ല അല്ലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. VK അബൂബക്കർ ഹാജി എന്ന സഹോദരൻ എല്ലാ മാസവും അൽഹംദുലില്ലാഹ് ഉസ്താദെ 3000 രൂപ വീതം ഞാൻ നൽകാം. അൽഹംദുലില്ലാഹ്, മരണപ്പെട്ടു പോയ ഉമ്മയുടെയും ഉപ്പയുടെയും ഖബർ മണിയറയാകാൻ. ഖുലൂത്ത് കുബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ പടച്ചവനെ അല്ലാഹുവേ, മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന പൊന്നുമോനാണ് റബ്ബേ. ആ മാതാപിതാക്കളുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. ഇങ്ങനെ ഒരു നല്ല മകനെ എനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് അവരുടെ ഉപ്പയും ഉമ്മയും ഖബറിന്റെ അകത്ത് കിടന്ന് ഈ മകന് വേണ്ടി ദുആ ചെയ്യണേ അല്ലാ. അബൂബക്കർ എന്ന് പറയുന്ന ഈ മനുഷ്യര് റബ്ബേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ആ മനുഷ്യന് നീ സ്വർഗ്ഗം കാണിച്ചു കൊടുക്കണേ നാഥാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സദഖ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പൊ എല്ലാ മാസവും 3000 രൂപ വെച്ച് അൽഹംദുലില്ലാഹ്. അപ്പൊ 12 മാസം ആയപ്പോ എത്ര ആയപ്പോ? 36 രൂപ. അൽഹംദുലില്ലാഹ്, മൂന്നാമതൊരു ഉസ്താദിന്റെ ശമ്പളത്തിന്റെ കാര്യത്തിലും തീരുമാനമായി. ഖുലൂത്ത് കുബീർ അൽഹംദുലില്ലാഹ്. ഒരു അനുഭാവി ഒരു ഉസ്താദിന്റെ 4 മാസത്തെ ശമ്പളം. അപ്പൊ അൽഹംദുലില്ലാഹ്, വീട്ടിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകാൻ പറഞ്ഞോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പടച്ചവനെ തന്റെ മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുനാഥൻ അല്ലാഹുവേ, ഗുരുനാഥന്റെ പ്രാർത്ഥനയ്ക്ക് വല്ലാത്ത ഇജാബത്താണ് റബ്ബേ. 4 മാസത്തെ ശമ്പളം ഞാൻ കൊടുക്കാം ഉസ്താദ്, സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരന്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന വീടാക്കണേ അല്ലാ. ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. പടച്ചവനെ, നീ ആ വീട്ടുകാർക്ക് കൊടുത്ത എല്ലാ നല്ല കാര്യത്തിലും നീ ബർക്കത്ത് നൽകണേ റബ്ബേ. തറവാടെന്ന് പറയുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, മരിക്കുന്ന സമയത്ത് കണ്ട് മരിക്കാ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുലൂത്ത് കുബീർ 21 പേര് അൽഹംദുലില്ലാഹ് 2000 രൂപ വെച്ചായി. അപ്പൊ ഏകദേശം 10-35,000 രൂപ 30
10-35,000. അപ്പൊ അൽഹംദുലില്ലാഹ് ഒരാൾ 3000. അപ്പൊ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പൊ ഒരു ഉസ്താദിന് 4 മാസം കൂടെയായി കുലൂത്ത് കുബീർ. അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഒരു ഉസ്താദിന് 4 മാസമായി. ഒന്ന് കരകയറ്റാൻ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ് ഒരാള് കൂടെ ഉണ്ടെങ്കിൽ ഉസ്താദിന് അൽഹംദുലില്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദെ ഞാൻ കൊടുത്തേക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അൽഹംദുലില്ലാഹ് പള്ളിയിലെ ഉസ്താദന്മാർക്ക് വേണ്ടിയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വർഗത്തിന്റെ അവകാശി, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഇരിക്കണം 100 കണക്കിന് അടിമകളിൽ ഒരു സ്വർഗത്തിന്റെ അവകാശി ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം ഉസ്താദിന് ഒരു മാസത്തെ ശമ്പളം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എനിക്ക് ആയുസ് തന്നാ ഞാൻ കൊടുക്കും. ഒരു കൊല്ലമുണ്ടല്ലോ ഉസ്താദെ, മരിക്കുമ്പോ എനിക്ക് സ്വർഗം കണ്ടു മരിച്ചാ മതി. ആണുങ്ങളിലോ പെണ്ണുങ്ങളിലോ അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരു സ്വർഗത്തിന്റെ അവകാശി ഉണ്ടാകും. അല്ലാഹു തെരഞ്ഞെടുക്കുമാറാകട്ടെ. ആരാവിടെ കൈബുക്ക് ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് പറ. അല്ലാഹു തീരുമാനിക്കട്ടെ. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. ആരാ ഇൻഷാ അല്ലാഹ് ആണുങ്ങളോ പെണ്ണുങ്ങളോ ആരെങ്കിലും ഒരാൾ തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കരുത്. പള്ളിക്കുഴി പോയപ്പോ നിന്റെ വാപ്പ 3 കഷ്ടം തുണിയും കൊണ്ടുപോയി, നീയും പോകണ്ടവനാ. അന്ന് ചിലപ്പോ ഈ ഉസ്താദിന്റെ ദുആയായിരിക്കും, ഈ ഉസ്താദിന്റെ കുടുംബത്തിന്റെ ദുആയായിരിക്കും നിനക്ക് നാളെ ഖബറിനകത്ത് ഉപകാരപ്പെടുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരാ ഉള്ളത് തീരുമാനിക്കും. സ്വർഗമാണ് അല്ലാഹു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. മരണപ്പെട്ടു പോയ അബൂബക്കർ ഹാജിയുടെ മേൽ ദുആ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ മക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഇൻഷാ അല്ലാഹ് ഇതാ പോലെ സ്വർഗ്ഗത്തിൽ. അൽഹംദുലില്ലാഹ്. നീ എന്തിനാ പേടിക്കണം? ഒന്ന് എഴുന്നേറ്റ് നിന്നെ എല്ലാവരും ഒന്ന് കാണട്ടെ. കണ്ടാ ഒരു സ്വർഗ്ഗത്തിന്റെ അവകാശിയെ കണ്ടോ? അല്ലാഹുവേ ആ പൊന്നുമോന് സ്വർഗ്ഗം നീ നിർബന്ധമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നീ നിർബന്ധമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നീ വുജൂബാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ നരകം ഹറാമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ മുഖത്തെ ചിരി മരിച്ചു കിടക്കുമ്പോഴും നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അബൂബക്കർ ഹാജിയുടെ മക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇൻഷാ അല്ലാഹ് 10,000 രൂപ ഇൻഷാ അല്ലാഹ്. മഹല്ലിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എല്ലാ മക്കളും കൂടെ ചേർന്ന് എല്ലാവരും ഇവിടെ ഉണ്ടോ? മക്കളൊക്കെ ഉണ്ടാ? അൽഹംദുലില്ലാഹ്. ഇപ്പൊ ഈ 10,000 എന്ന് പറഞ്ഞ ഒരു 6 12 ആയിരുന്നെങ്കിൽ ഉസ്താദിന്റെ 2 മാസത്തെ ശമ്പളമായിരുന്നു. ഇപ്പൊ ഈ 10 കൊണ്ടുവച്ചാൽ ഞാൻ 2,000 പുറത്തുനിന്ന് പിടിക്കേണ്ടി വരും. അതാണ് ഇപ്പൊ അവസ്ഥ. അൽഹംദുലില്ലാഹ്. എങ്കിലും അൽഹംദുലില്ലാഹ് 10,001 രൂപ ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം അൽഹംദുലില്ലാഹ്. കാരണം 2 മാസത്തെ ശമ്പളം എന്തായാലും 10,000 കൊടുക്കുന്നവർക്ക് ഒരു 2,000 വലിയ പാടൊന്നുമില്ലല്ലോ. ആ മക്കള് വിചാരിച്ചാൽ നടക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ പടച്ചവനെ, ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റായി ഖിദ്മത്ത് ചെയ്ത മനുഷ്യനാണ്. തന്റെ വാപ്പയുടെ മണ്ണറ മണിയറയാകാൻ മക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് റബ്ബേ ഉസ്താദിനൊരു സദഖ കൊടുത്തിരിക്കുന്നു. സ്വീകരിക്കണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഇന്നാ ഖബറിന്റെ അകത്ത് പെരുന്നാളിന്റെ സന്തോഷമാക്കണേ അല്ലാഹ്. എന്റെ മക്കൾ എന്നെ മറന്നില്ലല്ലോ എന്നോർത്ത് ആ മനുഷ്യന് ഖബറിന്റെ അകത്ത് കിടന്നു മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടം കാലിന്റെ ഭാഗത്ത് തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഈ മക്കളെയും കാത്ത് വാപ്പ സ്വർഗത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കണേ അല്ലാഹ്. പടച്ചവനെ, അവരുടെ മക്കളെയും നീ ഇതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന സാലിഹായ മക്കളാക്കണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വല്ലതും ഉണ്ടോ? പെട്ടെന്ന് ഉണ്ടെങ്കിൽ ദുആ ചെയ്തേക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പിടിച്ചോ. അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കൊടുക്ക്. ഞാൻ നിർബന്ധിക്കുന്നില്ല. സമയം 12 മണി കഴിഞ്ഞു. നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം പ്രതിഷേധം.
അൽഹംദുലില്ലാ റംല എന്ന് പറയുന്ന ഒരു സഹോദരി 3000 രൂപ സദഖ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ 3000 രൂപ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഉസ്താദിന്റെ ഒരു മാസത്തെ ശമ്പളം കൂടെയായി. കുലൂത കുബീർ. അല്ലാഹുവേ പടച്ചവനെ, റംല എന്ന സഹോദരിക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ എല്ലാ മാരക രോഗങ്ങളെ തൊട്ടും നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. മുഹമ്മദ് എന്ന സഹോദരൻ പടച്ചവനെ, അല്ലാഹുവേ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകണേ തമ്പുരാനെ. മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യാൻ ആ സഹോദരന് നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 4, 2, 6, 1, 7 ഇൻഷാ അല്ലാഹ് ഒരു അനുഭാവി തന്റെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഉസ്താദിന്റെ ഒരു മാസത്തെ ശമ്പളം. കുലൂത്ത് കുബീർ. അല്ലാഹുവേ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ് പടച്ചവനെ, നിന്റെ ഇൽമു പഠിക്കുന്ന ഒരു ആലിമിനെ ബഹുമാനിച്ച കുടുംബമാണ് റബ്ബേ. സുഖപ്രസവം കൊടുക്കണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സന്താനത്തെ നൽകണേ അല്ലാഹ്. ആ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന കുഞ്ഞാക്കണേ തമ്പുരാനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ കണ്ണിന്റെ അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ മക്കൾ ഉണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അൽഹംദുലില്ലാ ഒരു സദഖ. അതുപോലെ തന്നെ മരിച്ച പോയ ഉമ്മാന്റെയും ഉപ്പാന്റെയും പേരിൽ ദുആ ചെയ്യാൻ 2000. അതുപോലെ തന്നെ പെൺമക്കൾ കരീം എന്ന ഒരാളാണ് തോന്നുന്നു. അതുപോലെ തന്നെ കുഞ്ഞാപ്പുവിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അപ്പൊ 2 പേരും കൂടെ അൽഹംദുലില്ലാ 2000 അൽഹംദുലില്ലാ 2, 4, 6. അപ്പൊ ഉസ്താദിന്റെ ഒരു മാസത്തെ ശമ്പളം കൂടെയായി. അതുപോലെ തന്നെ മറ്റൊരാൾ 2000 രൂപ. അൽഹംദുലില്ലാ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ പിതാവിന്റെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ സലാഹുദ്ദീൻ എന്ന സഹോദരൻ 5001 രൂപ. അല്ലാഹു ആ പിതാവിന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവനെ, സ്വർഗ്ഗത്തിന്റെ വസ്ത്രത്തിന്റെ മുകളിൽ ആ പിതാവിനെ നീ കടത്തി ഉറക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. അതുപോലെ തന്നെ ജൗഫർ തന്റെ ലക്ഷ്യങ്ങൾ സാധീകരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു 3000 രൂപ. കണ്ണൂർ സ്വദേശിയായ ഒരു പ്രവാസി ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 8000 രൂപ സദഖ. ഉസ്താദിന്റെ ശമ്പളവും കഴിഞ്ഞു അൽഹംദുലില്ലാ. 11 പേരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണൂർ സ്വദേശിയാണ്. തന്റെ ആഗ്രഹം അല്ലാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറു ബറക്കത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ. എല്ലാവിധ അഭിവൃദ്ധിയും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ 11 മാസവും കഴിഞ്ഞു. മറിയും ദുആ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ. അപ്പൊ അൽഹംദുലില്ലാ അല്ലാഹു സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 4 ഉസ്താദന്മാരുടെ അൽഹംദുലില്ലാ ശമ്പളമായി. കുലൂ തക്ബീർ. പറ കുലൂ തക്ബീർ. കുലൂ തക്ബീർ. ഇനി ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിന്റെ കാര്യം കമ്മിറ്റിക്കാരെ നോക്കട്ടെ. ആണല്ലോ അൽഹംദുലില്ലാ. അപ്പൊ എന്തായാലും 4 ഉസ്താദന്മാരുടെ കാര്യമായി. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് റഊഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു മാസത്തേക്ക്, വാപ്പ മരണപ്പെട്ടു പോയി, തന്റെ ഉപ്പാടെ ഖബർ സ്വർഗ്ഗമാകാൻ ഉപ്പയെ സ്നേഹിക്കുന്ന പൊന്നുമോൻ ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞ പ്രവാസിയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ പൊന്നുമോന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഷംസു എന്ന സഹോദരൻ ഒരു മാസത്തേക്കുള്ള ശമ്പളം അല്ലാഹു ആ സഹോദരന്റെയും സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകുമാറാകട്ടെ. എല്ലാവിധ അഭിവൃദ്ധിയും നൽകുമാറാകട്ടെ. എന്റെ അൽഹംദുലില്ലാ മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ
ചെയ്യാൻ മക്കൾ ഉസ്താദിന്റെ 1 മാസത്തെ ശമ്പളം അൽഹംദുലില്ലാ അല്ലാഹു അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു ആ കുടുംബത്തിന് നൽകുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാള് കൂടായി ഉസ്താദിന്റെ അപ്പൊ 3 എന്നുള്ള 4 മാസമായി അൽഹംദുലില്ലാ. അപ്പൊ അത് തീർന്നല്ലോ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇനി വല്ലതും ഉണ്ടോ? കഴിഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഉസ്താദിന്റെ അലവി എന്ന് പറയുന്ന സഹോദരൻ ഉസ്താദിന്റെ 1 മാസത്തെ ശമ്പളം അപ്പൊ അൽഹംദുലില്ലാ 5 ആയി. അതുപോലെ തന്നെ മുബശ്ശിറ, ഹസീന മറ്റൊരു സഹോദരൻ അപ്പൊ അൽഹംദുലില്ലാ. ഇവര് 3 പേരും കൂടെ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഉസ്താദിന്റെ 1 മാസത്തെ ശമ്പളം അപ്പൊ 6 ആയി. കുലൂത്തക്കബീർ. ഇനി ആരും തരണ്ട, മതി ഇൻഷാ അല്ലാഹ്. സന്തോഷം അൽഹംദുലില്ലാ. 4 ഉസ്താദന്മാർക്ക് 12 മാസവുമായി. ഒരു ഉസ്താദിനെ ഞാൻ കുറച്ച് കണ്ടതല്ല, ഒരു ഉസ്താദിന് 6 മാസമായി. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മദ്രസയുടെ അടിയിലെന്നില്ല മൊത്തം ടൈൽസ് ഇടണം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ, നമ്മുടെ മക്കൾ അവിടെ വന്നിരുന്ന് പഠിക്കുന്ന, അപ്പൊ അതിന്റെ താഴത്തെ നില അൽഹംദുലില്ലാ മൊത്തം ടൈൽസും പതിക്കാനും അതിന്റെ മുറ്റമൊക്കെ, വീടിന്റെ മുറ്റം വൃത്തിയാക്കിയാൽ പോരാ, മദ്രസയുടെ മുറ്റവും വൃത്തിയാക്കണം. അപ്പൊ അതിലേക്കുള്ള ഇന്റർലോക്കും ഇൻഷാ അല്ലാഹ് പാലക്കൽ അഷ്റഫ് എന്ന ഒരു സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മയുടെ പരലോക ഗുണത്തിന് വേണ്ടി ഖുലൂത്ത് കുബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബേ, കരുണക്കടലായ അല്ലാഹ്, തന്റെ പെറ്റുമ്മയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരനാണ് അഷ്റഫ് എന്ന പൊന്നുമോന്റെ സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മയുടെ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. പുതിയ പട ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് കിടന്നുറങ്ങുന്ന മലക്കുകൾ പറയുന്ന ഖബറാക്കണേ അല്ലാ. പടച്ചവനെ, അഷ്റഫിന് ഉമ്മാടെ കാഴ്ചവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മാനെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കണേ അല്ലാ. എല്ലാവിധ ഖൈറു ബർക്കത്തും നൽകണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മദ്രസയുടെ മുകളിലെ നിലയിലെ തേപ്പിനാവശ്യമായ സിമന്റ് CKH കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു. മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ പരലോക ഗുണത്തിന് ഖുലൂത്ത് കുബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ്. കരുണക്കടലായ പടച്ചവനെ അല്ലാഹുവേ, നിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസ വേണ്ടിയാണ് തമ്പുരാനെ. അല്ലാഹുവേ, ആ സഹോദരങ്ങളുടെ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ പ്രസ്ഥാനത്തിന് നീ വിജയിപ്പിക്കണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാവിധ ബർക്കത്തും നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവരുടെ മണ്ണറ മണിയറയാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇതൊരു ജാരിയ സദക്കയാക്കണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ ഇവരെ കുടുംബസമേതം നീ ഒരുമിച്ച് കൂട്ടണേ നാദാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാ, ടൈലായി, അതുപോലെ തന്നെ ഓടായി, സിമന്റുമായി. ഇനി മദ്രസയുടെ മുകളിലെ നിലയുടെ തേപ്പിന്റെ പണിക്കൂലി മുഴുവനും തിരൂരങ്ങാടി ചെറുമുക്ക് സ്വദേശി അൽഹംദുലില്ലാ ഏറ്റെടുത്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ പിതാവിന്റെയും മകന്റെയും പരലോക ഗുണത്തിന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കള് നേരത്തെ പോവുക എന്നത് വല്ലാത്ത പരീക്ഷണമാണ് റബ്ബേ. അവരുടെ കണ്ണീരിന് പകരം നീ സ്വർഗ്ഗം കൊടുക്കണേ തമ്പുരാനെ. ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറു ബറക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ തമ്പുരാനെ. 1 ലോഡ് മെറ്റൽ CK ക്രഷർ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറയൂര് സ്വദേശി പ്രവാസി സുഹൃത്ത് ബിസിനസിന്റെ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി അൽഹംദുലില്ലാ അദ്ദേഹം ഉസ്താദിന്റെ ശമ്പളത്തിലേക്ക് 5000 രൂപ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ജോലിയിൽ എല്ലാവിധ അഭിവൃദ്ധിയും നൽകുമാറാകട്ടെ. ഇനി മദ്രസയുടെ മുകളിലെ
തേക്കാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് ആവശ്യമായ മണല് പൊളിക്കൽ ട്രഷർ അവര് ഏറ്റെടുത്തു. അപ്പൊ മണലാണ് കൊടുത്തത്. അള്ളാഹു പള്ളിക്കാട് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറിടം അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണ തമ്പുരാൻ. ഒരനുഭാവി കരിപ്പൂര് മരിച്ച ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ ദുആ ചെയ്യാനും ഹലാലായ ഉദ്ദേശം മാറാം 3000 രൂപ. ഷാഹിദ് 3000 രൂപ. അപ്പൊ ഉസ്താദിന് 6 എന്നുള്ളത് 7 കടന്നു. അൽഹംദുലില്ലാഹ്. ഉസ്താദിന് വേണ്ടി ശമ്പളമായി അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും അല്ലാഹു അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മതിയടോ ഇൻഷാ അല്ലാഹ്. അതാ ജൗഫർ 3000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ പടച്ചവനെ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാൻ. മതിപ്പാ ദുആ ചെയ്തോടെ. ഇനി എഴുതരുത് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ദുആ ചെയ്യാ. നിങ്ങൾക്ക് എന്തൊരു സന്തോഷമില്ലാത്ത ജീവിതത്തിൽ ഇതൊക്കെയുള്ളൂ മനുഷ്യ. ഈ സമയങ്ങളൊന്നും വെറുതെ അല്ല. അല്ലാഹു ചോദിക്കും, ഞാൻ നിനക്ക് തന്ന ആയുസ് സമയം നീ എന്തിന് ചെലവഴിച്ചു? വാഴന്റെ സദസ്സിൽ പോയിരുന്നു പടച്ചവനെ, നല്ലതിനു വേണ്ടി ചെലവഴിച്ചു. അല്ലാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ അവസാന സമയം നന്നാക്കുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യം പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഇതിപ്പോ 8ാമത് വാർഷികം അല്ലേ? 9ാമത്തെ വാർഷികത്തിന് വിളിക്കുവാണെങ്കിൽ അടുത്ത കൊല്ലം ബാക്കി പറയാം. അല്ലാഹു ആയുസ് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാഹ് ദുആ ചെയ്യല്ലേ. ഇതെന്താ ഒരു പൊതി? ആരാണ് ആരാ? വാ മുഹമ്മദ് അലി സാഹിബ് വാപ്പ. ആരാ മുഹമ്മദ് അലി? ആരാ? കൊടുത്തോപ്പാ. ബാലുശ്ശേരി മുഹമ്മദ് അലി ആരപ്പ? റോഡ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് സ്വർഗത്തേക്ക്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ്. തങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് കൊടുപ്പിച്ചത്. തങ്ങളെടുത്താണ്. അല്ലാഹു സ്വർഗാവകാശികളിൽ പെടുത്തുമാറാകട്ടെ. വിക്കായയുടെ കൂട്ടുകൂട്ടി ഇങ്ങനെ അൽഹംദുലില്ലാഹ്. അതൊക്കെയാണ് ആകെ ഉള്ളത്. കഴിഞ്ഞില്ലേ? 2 കോഴികളുണ്ട്. നാടൻകോഴിയാ? നാടൻ കോഴി. കോഴിയാ? ഇൻഷാ അല്ലാഹ്. കോഴിമുട്ട ഉണ്ട് ഇവിടെ. കോഴിയെ പിടിക്കണ്ടപ്പോ അവൻ നിർത്തിയാ മതി. ഇവിടുത്തെ മോദി സാഹിബ് ആരാ? അപ്പൊ ഇവിടെ ബാങ്ക് വിളിക്കണ മോദി സാഹിബ് വന്നിട്ടുണ്ട്. ഇമാം ഉസ്താദ് കുടുംബസമേതം ഇവിടെ ആണോ? ചോറൊക്കെ വെളിയിലാണ്. ഇവിടെ കുടുംബസമേതം കഴിയുന്ന ഏതെങ്കിലും ഉസ്താദന്മാരുണ്ടോ? വീട് ഇവിടെ ഉള്ള ആളാ? ശരി. ആരാണ്? ഈ 5 മുട്ട ഉസ്താദ് വീട്ടിൽ കൊണ്ട് ഓംപ്ലേറ്റ് അടിച്ചിരുന്നു. അല്ലാഹു ആഫിയത്ത് ആരോഗ്യം നൽകുമാറാകട്ടെ. സൈത്തെണ്ണ ഒരുപാട് മഹത്വമുള്ളതാ, ഞാനൊന്നും പറയുന്നില്ല. വത്തീനി വസ്സൈത്തൂൻ അല്ലേ? വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ സൈത്തെണ്ണ. ഇൻഷാ അല്ലാഹ്. ഇതിന് വില എത്രയാണെന്ന് എനിക്കറിയില്ല. എന്താ ഇപ്പൊ എന്റെ വില? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൈത്തെണ്ണയാണ് 313 രൂപ. ബദരീങ്ങള വില കൂടുതലോ കുറവല്ല. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇത് വാങ്ങുന്നവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ആരാ? വള്ളാന്റെ കൈവക്കി.
1, 2, 3 ഒരപ്പം കൊണ്ട് 100 പേർക്ക് കൊടുക്കാമായിരുന്നു, എനിക്ക് പറ്റില്ല. അപ്പൊ കൂടുതൽ ഒരു സഹോദരൻ 1001 രൂപ കുലൂത്ത് കുബീർ. അല്ലാഹു സഹോദരനെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കയറ്റി വിളിക്കണ്ട? ഇല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് 1, 2, 2.5, 2.45, 3 ചങ്ങായി മേടിച്ചോ. 3 മോതിരക്കല്ലുണ്ട്. 3 വേറെ വേറെ. ഈ കല്ല് പ്രയോജനം ഉണ്ടെന്നല്ല, ചിലപ്പോ രക്ഷപ്പെട്ടു പോയാലോ. മനോഹരമായ 3 മോതിരക്കല്ല്. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഇത് ആര് വാങ്ങുന്നു അവർക്ക് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന കല്ല് ചുംബിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ 3 നല്ല മനോഹരമായ കല്ല് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എടുത്ത് തറയെ പോണ്ടെന്ന് വിചാരിച്ചിട്ട. അപ്പൊ അൽഹംദുലില്ലാഹ് ഇത് മോതിരമായിട്ട് അടിച്ച കയ്യിലൊക്കെ ഇതുപോലെ ഇടാം. മക്കത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളെ ഇതിന് എത്ര രൂപ പറയണം? കല്ലിന്റെ വില എന്ത് പറയാനപ്പോ? ഇൻഷാ അല്ലാഹ് 3 കല്ലുണ്ട്. ആരാ വേണ്ടത്? ഇൻഷാ അല്ലാഹ് ഒരു 313 പോരാ, അതിനേക്കാളും വിലയാണ്. 786 രൂപ. ഇൻഷാ അല്ലാഹ് വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കാ വാങ്ങാം. ഇല്ലെങ്കിൽ ഇത് ഇനി അവകാശിയുണ്ട്, അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരെണ്ണം ഉസ്താദ് കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? 2 കല്ലുകൂടെ ഉണ്ട്. നല്ല മോതിരം അടിച്ചിടാൻ പറ്റുന്ന കല്ല. ആർക്കും വേണ്ട? ആർക്കും വേണ്ട? ഉസ്താദ് നല്ല കല്ലാ കൊണ്ടുപോയെന്ന് തോന്നിയാ, നോക്കട്ടെ. അൽഹംദുലില്ലാഹ് ഇനി എന്റെ 2 കല്ല് 786. വാ ചങ്ങായി, വാ വാ ദാ ചങ്ങായി വാ. 3 പേരായി. ഇനി ആരും കൈവക്കല്ലേ. എഴുന്നേറ്റ് വാനിയാ പേടിച്ചു. പുറകിരിക്കണ നിനക്ക് വേണ്ടേ? വാ, വെള്ളിയിൽ കെട്ടിയിട്ടിട്ടോളി. അല്ലാഹു ബർക്കത്ത്. നല്ല ലാഭമായിരുന്നു കേട്ടോ ചങ്ങായി കേട്ടാ. അതെ അല്ലാഹു കോഴിയെ പിടിക്കല്ലേ, പടക്കട്ടെ. ചാടിക്കഴിഞ്ഞാൽ അതിപ്പോ കൂവിക്കളയും. സുബയായി കോഴി ബർക്കത്തുള്ള ജീവിയാ കേട്ടാ. ഇൻഷാ അല്ലാഹ് ആർക്കാ വേണ്ടത്? നേർച്ചയാക്കി കൊണ്ടുവന്നതാണ്. അത് ഉസ്താദ്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. നേർച്ചയായിട്ട് കൊണ്ടുവന്നതാണ്. ഇൻഷാ അല്ലാഹ് നാടൻ കോഴിക്കൊക്കെ നല്ല വിലയാ. ആർക്കെങ്കിലും വേണോപ്പാ? ആർക്കും വേണ്ട? ആർക്കും വേണ്ട? 313 രൂപയാണ് ആ കോഴിയുടെ വില. ബദരീങ്ങളുടെ ബർക്കത്ത. വേണോ ആർക്കെങ്കിലും? ആർക്കും വേണ്ട? അൽഹംദുലില്ലാഹ് അത് വേണ്ട. 2 പേരും കൈവക്കി. 2 പേരും ഇൻഷാ അല്ലാഹ് 2 കോഴി 2 ചങ്ങായിമാർക്ക് കൊടുത്തരട്ടെ. അൽഹംദുലില്ലാഹ്. സൈനബ ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു സദഖ നൽകിയിട്ടുണ്ട്. അല്ലാഹു അവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരാടിന്റെ കുട്ടി സദഖ ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞില്ലേ? ഇനി ഒന്നുമില്ലല്ലോ. ഇറച്ചി കൊടുത്ത ഒരുപാട് പേരുണ്ട്, അരി കൊടുത്തവരുണ്ട്. എല്ലാ വർഷവും 8 കൊല്ലവും ഇറച്ചി കൊടുത്തൊരു സഹോദരനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഇറച്ചി മണ്ണ് തിന്നാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിന്റെ തീയെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. എല്ലാ വർഷവും ഇറച്ചി കൊടുക്കുന്ന സഹോദരൻ അള്ളാഹു ഖൈറും ബർക്കത്ത് നൽകുമാറാകട്ടെ. എല്ലാവരും കഴിവിന്റെ പരമാവധി അരിയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അഭിവൃദ്ധി നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നീ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ, എന്തേലും വേണേ പറഞ്ഞു. ഇന്ന് നല്ല ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ചോദിച്ചു. അൽഹംദുലില്ലാഹ് മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യാം, ദുആ ചെയ്യാം. നേരെ ഇരിക്കും. ഉറക്കം വരുന്നു, ഇത്തിരി ഉറക്കം വരുന്നുണ്ട്. അത് ശൈത്താൻ അവസാനം വന്നപ്പോൾ പിടിച്ചതാ. എല്ലാവരും നേരെ ഇരുന്ന് അൽഹംദുലില്ലാഹ് ഇനി അല്ലാഹുവിന്റെ മുന്നിൽ യാചിക്കാൻ പോവാ. ഇത്രയും നേരം ഇവിടെ ഇരുന്നു, ഇനിയാണ് നമ്മുടെ സമയം. ഇത്രയും നേരം കാത്തിരുന്നത് ഈ സമയത്തിന് വേണ്ടിയാ. അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ പോകുന്നു. ഉഷാറായിരുന്നേ അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കയ്യിൽ കുട്ടികൾ നോട്ടീസ് തന്നിട്ടുണ്ട് അൽഹംദുലില്ലാഹ് ഉംറയുടെ. ആരെങ്കിലും എന്റെ കൂടെ ഉംറയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അൽഹംദുലില്ലാഹ് അടുത്ത മാസം 13-ാം തീയതി റബീഉൽ അവ്വൽ 12 കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മണ്ണാർക്കാടൊക്കെയുള്ള ഗ്രൂപ്പാണ്. ആരെങ്കിലും വരാൻ, എനിക്ക് പ്രത്യേകിച്ച് ഓഫറുകളൊന്നും ഇല്ല, വരാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലെ നമ്പറുമായി കോൺടാക്ട് ചെയ്തൊക്കെ വരിക. അള്ളാഹു നമ്മളെല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് അവിടെ എത്തിക്കുമാറാകട്ടെ. എന്റെ പ്രസംഗത്തിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഉപ്പാന്റെ അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 6666 രൂപ. അള്ളാഹു ആ ഉപ്പയുടെ രോഗം ശിഫയാക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് സമാധാനം അള്ളാഹു നൽകുമാറാകട്ടെ. ഖുർആനിന്റെ തണലിൽ അള്ളാഹു അവരെ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. ഉപ്പ രോഗിയാണ്, ഹോസ്പിറ്റലിലാണ്. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കരുണക്കടലായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ പടച്ചോനെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സാലിഹായ അമലാക്കണേ പടച്ചോനെ. അല്ലാഹുവേ, എന്തെങ്കിലും തെറ്റുകളും ന്യൂനതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കണേ പടച്ചോനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ആരും ഈ സദസ്സിലില്ല റഹ്മാനെ. അല്ലാഹ് ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റബ്ബേ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ പടച്ചവനെ. അല്ലാഹുവേ, ഉഹദ് മലയോളം, അല്ലാഹുവേ കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ അല്ലാ. കൈവിടല്ലേ പടച്ചവനെ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതാ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗപൂങ്കാവനമാക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. അവരുടെ പൊരുത്തം കിട്ടിയ മക്കളാക്കണേ അല്ലാ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗ്ഗം നൽകണേ അല്ലാ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ. ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ്സ് നൽകണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നും മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണം. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഹക്കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഞങ്ങളെ മരിപ്പിക്കണം പടച്ചവനെ. ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവര് മുഴുവനും ഞങ്ങൾ മരിച്ചതുപോലെ മരിക്കാൻ കുതിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, സയ്യിദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ 12:30 ഈ സദസ്സിൽ ഇരുന്ന് എന്റെ വാപ്പമാര് പലരും രോഗം പിടിച്ചിരുന്നവരായി. ഇവരുടെ അവസാനം നീ നന്നാക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല ജീവിതം കൊടുക്കണേ പടച്ചവനെ. എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ പടച്ചവനെ. ഒരുപാട് വേദന സഹിച്ചവരായി നീ വേദനിപ്പിക്കല്ലേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മാസങ്ങളായി രാപ്പകലിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, റബ്ബേ, ഈ നാടിന്റെ വെളിച്ചമാക്കണേ റഹ്മാനെ. എനിക്ക് ഇങ്ങനെ ഒരു മകനെ കിട്ടിയല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് നീ ഇവർക്ക് ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. ഖൈറും ബറക്കത്തും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഫൈസൽ എന്ന കൂട്ടുകാരന്റെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. ഭാര്യ സന്താനങ്ങൾ
അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ എനിക്ക് ഭക്ഷണം തന്ന കുടുംബം നീ അനുഗ്രഹിക്കണേ അല്ലാ. അവിടുത്തെ ഉപ്പ ഉമ്മ എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവിടുത്തെ മക്കളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, എന്നെ ഒരു അനുജനെ പോലെ സ്നേഹിക്കുന്ന കുഞ്ഞാപ്പു എന്ന സഹോദരൻ തന്റെ വാപ്പയും ഉമ്മയും ഖബറില്ല അല്ലാ. പടച്ചവനെ, എന്നെയും വല്ലാതെ സ്നേഹിച്ചവർ അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ ദുനിയാവിലെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ പടച്ചവനെ. എല്ലാവിധ സന്തോഷവും നൽകണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, റഊഫ് എന്ന കൂട്ടുകാരൻ പടച്ചവനെ, അവന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവന്റെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ സൈനു എന്ന സഹോദരന്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ആരൊക്കെ എവിടെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, എവിടെ വാഴുന്നുണ്ടെങ്കിലും കൂടി വരുന്നൊരു പൊന്നുമോ പടച്ചവനെ, അവന് നീ നല്ല ബുദ്ധിയും ഓർമ്മയും കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, വാപ്പയില്ലെങ്കിലും പടച്ചവനെ ഉമ്മയ്ക്ക് താങ്ങാകുന്ന മകനാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തില നീ കൈവിടല്ലേ അല്ലാ. എല്ലാവരുടെയും ജോലിയിൽ നീ സ്ഥിരത നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഷഫീഖിന്റെ മാതാപിതാക്കളുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. സാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഷമീർ എന്ന കൂട്ടുകാരന്റെ ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. സുൽഫി എന്ന സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. എന്തെങ്കിലും വഴികൾ തുറന്നു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ കുടുംബത്തിന് സമാധാനം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഉസ്താദന്മാർക്ക് ഒരു സഹായം ചോദിച്ചപ്പോൾ തന്നവരെ നീ മറക്കല്ലേ അല്ലാ. മരിക്കുന്ന സമയത്ത് അവർക്ക് അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇറച്ചി കൊടുത്തവർ, അരി കൊടുത്തവർ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ സ്ഥല സൗകര്യം ചെയ്തു കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവർക്ക് ബർക്കത്ത് നൽകണേ പടച്ചവനെ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ, അപകട മരണം തരല്ലേ അല്ലാഹുവേ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരു പരീക്ഷണം ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ. മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹുവേ പടച്ചവനെ. നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ ലോകത്ത് ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ദുആയെ നീ കബൂലാക്കണേ പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാ, എന്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ. അല്ലാഹുവേ പടച്ചവനെ, നീ അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റണേ അല്ലാ. എന്റെ കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, എന്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ അല്ലാ. എന്റെ പൊന്നുമക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ശബ്ദം നിലനിർത്തി തരണേ പടച്ചവനെ. അഹങ്കാരത്തല്ലേ അല്ലാ. വാദത്തിന് തടസ്സം വരുത്തുന്ന, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ കാവല് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ചെറിയ കുട്ടികൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഈ വഅദിന്റെ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് പടച്ചവനെ, ഒരു കാര്യം ചർച്ച ചെയ്ത് പറഞ്ഞുറപ്പിച്ചു വന്നതാ. ഖൈറാണെങ്കിൽ നീ അത് നടത്തി തരണേ തമ്പുരാൻ. അല്ലാഹുവേ, ഷർറാണെങ്കിൽ നീ തട്ടിക്കളയണേ അല്ലാ. ഷർറാണെങ്കിൽ നീ തട്ടിക്കളയണേ അല്ലാ. അല്ലാഹുവേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ, ഈ ദുആ അവസാന ദുആ
ആക്കല്ലേ പടച്ചവനെ. ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ പടച്ചവനെ. എവിടെ വാഴുണ്ടെങ്കിലും വരുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഞങ്ങളെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ റഹ്മാനെ. നിനക്ക് വേണ്ടി സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ സാലിം എന്ന സഹോദരന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റണേ പടച്ചവനെ. അള്ളാഹുവിന്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഈ ദുആയെ നീ കബൂലാക്കണേ അള്ളാഹുവെ. ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ തമ്പുരാനെ. തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه صلى الله على محمد صلى الله عليه اللهم صل على محمد. يا ربي എല്ലാവരും ഇൻഷാ അല്ലാഹ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ വഅദക ലൈവായി കാണുന്ന ഒരുപാട് പേര് അല്ലാഹുവിന്റെ ആഗ്രഹം